പുറത്ത് തോരാതെ പെയ്യുന്ന മഴയും അകത്ത് നല്ല ചൂട് കട്ട്ലറ്റും കോഫിയും എന്താലേ സുഖം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കട്ട്ലറ്റ് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. അതുമാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഒരു കുഞ്ഞു കഥയും കൂടെ ഉണ്ട് കേട്ടോ. ആ കഥയൊന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും കാണില്ലല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ കഥയൊന്ന് കേട്ടാലോ. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് പുറകോട്ടൊന്ന് സഞ്ചരിക്കണം കേട്ടോ. ആ ഒരു സമയത്ത് ഞാനും എൻ്റെ അമ്മയും ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ ചിറ്റന്മാരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ചക്കുളത്ത് അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ വീടിന് തൊട്ടടുത്താണ് അമ്പലമെങ്കിലും ശരിക്കും പറഞ്ഞാൽ അന്നൊന്നും പാലം വന്നിട്ടില്ലാത്തതുകൊണ്ട് ജങ്കാറ് കയറി വേണം പോകാൻ. അങ്ങനത്തെ ജങ്കാറൊക്കെ കയറി ഞങ്ങൾ ചക്കുളത്ത് അമ്പലത്തിൽ പോയി അമ്പലത്തിലൊക്കെ തൊഴുതിന് ശേഷം നേരെ ഞങ്ങൾ മണ്ണാർശാലയിലോട്ട് വിട്ടു. അവിടെ നിന്ന് നേരെ ഹരിപ്പാട്ട് വിട്ടു. അങ്ങനെ അമ്പലങ്ങളൊക്കെ ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴി നല്ല രീതിയിൽ വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. ഏതെങ്കിലും കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാന്നുള്ള പ്ലാനായി. ആ സമയത്തൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് കടകളിലൊന്നും പോയി ഇത് കണക്കുള്ള ഫുഡൊന്നും കഴിച്ച് ഒരു പരിചയവും. ഇങ്ങനത്തെ യാത്രകളിലെല്ലാം തന്നെ ഞങ്ങളുടെ സ്പോൺസർ ഞങ്ങളുടെ സതിച്ചിട്ടാണ് കേട്ടോ. ചിറ്റ ഞങ്ങൾ കടയിൽ കയറി കഴിയുമ്പോഴത്തേക്കും ചിറ്റയുടെ ഒരു വാക്കിന് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എന്താണെന്നല്ലേ, ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാം. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, കാണുന്ന എല്ലാം ഓർഡർ ചെയ്യും കേട്ടോ. അന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇതാ ഒരു ചില്ല് കൂട്ടിന്ന് കുറേ പലഹാരങ്ങൾ ഒരു ട്രെയില ചേട്ടൻ ഇങ്ങനെ കൊണ്ടുവന്നു. ഈ പറയുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കട്ട്ലറ്റും അതേണക്കാരം മീറ്റ് റോളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിൽ പരിചയം ആകെപ്പാടെ ഉഴുന്നുവടയും പിന്നെ ലഡുവും ജിലേബിയാണ്. എൻ്റെ ചേട്ടനും ചിറ്റമാറ മക്കൾക്കൊക്കെ ആണെങ്കിൽ എല്ലാ പലഹാരങ്ങളെക്കുറിച്ച് അറിയാം. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്താ കട്ട്ലറ്റ് ഇരിക്കുന്നു. എല്ലാവരും കട്ട്ലറ്റ് എടുക്കുന്നു. എൻ്റെ ഒഴിവ് എത്തി. എനിക്ക് വേണ്ടത് കട്ട്ലറ്റും സുഖേനുമാണ് കേട്ടോ. സുഖേൻ ഏകദേശം ലഡ്ഡു പോലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ചെറുപയർ വെച്ച ലഡ്ഡു എന്നങ്ങ് പറഞ്ഞു ഒപ്പിച്ചു. പിന്നെ കട്ട്ലറ്റ് ആണെങ്കിൽ കറുത്ത നിറവായതുകൊണ്ട് കരിഞ്ഞ ജിലേബി. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ലഡ്ഡുവല്ല അതൊട്ട് ജിലേബി അല്ലെന്ന് മനസ്സിലായത്. എന്താണെങ്കിലും അന്ന് തന്നെ എല്ലാവരും കൂടി നിന്നവരെല്ലാം ചിരിച്ചെങ്കിലും അന്ന് മുതൽ ഇങ്ങോട്ട് വീട്ടിൽ എന്ന് കട്ട്ലറ്റ് വാങ്ങിച്ചാലും വീട്ടിലെ മെയിൻ കഥാപാത്രം ഞാനായിരിക്കും. അന്ന് തുടങ്ങും നമ്മുടെ പഴയ കഥ. പിന്നെ വേണ്ട കളിയാക്കലിൻ്റെ ബഹളമായിരിക്കും. എന്താണെങ്കിലും അതൊക്കെ ഒരു നല്ല ഓർമ്മകളല്ലേ. ശരിക്കും നമുക്ക് ഒരുപാട് ഓർത്തിരിക്കാൻ പറ്റിയ നല്ല നിമിഷങ്ങൾ. ഇത് കാണുന്ന എൻ്റെ കസിൻസ് വേഗം വന്ന് ഹാജരായിക്കാളും. ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾക്കായിട്ട് കമൻറ്റ് സെക്ഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.